പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം 20-ാം തീയതി നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ എക്സാം ആണെന്ന് എല്ലാവർക്കും അറിയാം. അതിനു മുന്നേ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഒന്നും കൂടി ഒന്ന് ഒട്ടിച്ച് തീർക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ റിവിഷൻ ക്ലാസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ച് പ്രധാനപ്പെട്ട IPC സെക്ഷൻസും അതുപോലുള്ള കുറച്ച് കാര്യങ്ങളുമാണ്. എന്നുവെച്ചാൽ എല്ലാം കൂടി മിക്സ് ചെയ്താണ് നമ്മൾ ഇനി നീങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ റിവിഷന് വളരെയധികം സഹായപ്പെടുന്ന ക്ലാസ്സുകൾ തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് സംസാരിച്ച സമയം കളയേണ്ട ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, അശ്രദ്ധ കൊണ്ട് ഒരു വ്യക്തിയുടെ മരണത്തിന് ഇടയാക്കുന്ന കുറ്റകൃത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതാണ്? അശ്രദ്ധ കൊണ്ട് ഒരു വ്യക്തിയുടെ മരണത്തിന് ഇടയാക്കുന്ന കുറ്റകൃത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? IPC സെക്ഷൻ 304A ആണ് കേട്ടോ. അപ്പോൾ IPC സെക്ഷൻ 304A പറയുന്നത് എന്താണ്? അശ്രദ്ധ കൊണ്ട് ഒരു വ്യക്തിയുടെ മരണത്തിന് ഇടയാകുകയാണെങ്കിൽ അതെന്താണ്? IPC സെക്ഷൻ 304A ആണെന്ന് അറിഞ്ഞിരിക്കുക. IPC സെക്ഷൻ 304A എന്താണ്? അശ്രദ്ധയാണ്. IPC സെക്ഷൻ 304A എന്താണ്? അശ്രദ്ധയാണ് IPC സെക്ഷൻ 304Aക്കകത്ത് വരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്കടുത്ത് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. IPC സെക്ഷൻ 304A പ്രകാരമുള്ള ശിക്ഷ എന്താണെന്നാണ് ചോദ്യം. എന്താണ് IPC സെക്ഷൻ 304A പ്രകാരമുള്ള ശിക്ഷ എന്താണ്? 2 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ. ഓക്കെ, അപ്പോൾ എന്താണ് IPC സെക്ഷൻ 304A അല്ലെങ്കിൽ അശ്രദ്ധ കാരണം ഒരാളുടെ മരണത്തിന് ഇടയാകുകയാണെങ്കിൽ അത് 2 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടി എന്ത് ചെയ്യും? ഒരുമിച്ചോ ലഭിക്കും. 2 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടി ഒരുമിച്ചോ ലഭിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പുരുഷത്വം ഇല്ലാതാക്കുന്നത് ഏത് തരം ദേഹോപദ്രവത്തിൽ ഉൾപ്പെടുന്നതാണ്? എന്താണ് ചോദ്യം? പുരുഷത്വം ഇല്ലാതാക്കുന്നത് ഏത് തരം ദേഹോപദ്രവത്തിൽ ഉൾപ്പെടുന്നതാണ്? ഇതുമായി ബന്ധപ്പെട്ട IPC സെക്ഷൻ ഏതാണ്? എന്താണ് ചോദ്യം? പുരുഷത്വം ഇല്ലാതാക്കുന്നതുമായി ബന്ധപ്പെട്ട IPC സെക്ഷൻ ഏതാണ്? കഠിനമായ ദേഹോപദ്രവം എന്ന് പറയുന്ന സെക്ഷനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള IPC സെക്ഷൻ 320 ആണ്. ഓക്കെ, അപ്പോൾ പുരുഷത്വം ഇല്ലാതാക്കുന്നത് ഏത് തരം ദേഹോപദ്രവത്തിൽ ഉൾപ്പെടുന്നു? IPC സെക്ഷൻ 320 കഠിനമായ ദേഹോപദ്രവത്തിൽ ഉൾപ്പെടുന്നു. ഓക്കെ അല്ലേ? കഠിനമായ ദേഹോപദ്രവത്തിൽ ഉൾപ്പെടുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. പോലീസ് ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകാനുള്ള നോട്ടീസ് നൽകുന്നത് CRPCയിലെ ഏത് സെക്ഷൻ പ്രകാരമാണ്? എന്താണ് ചോദ്യം? പോലീസ് ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകാനുള്ള നോട്ടീസ് നൽകുന്നത് CRPCയിലെ ഏത് സെക്ഷൻ പ്രകാരമാണെന്ന് ചോദിച്ചാൽ ഏതാണ്? CRPCയിലെ സെക്ഷൻ 41A പ്രകാരമാണ്. പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുൻപാകെ ഹാജരാകാനുള്ള നോട്ടീസ് നൽകുന്നത് CRPCയിലെ 41 ക്ലോസ് A പ്രകാരമാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകാനുള്ള നോട്ടീസ് നൽകുന്നത് CRPCയിലെ 41A പ്രകാരമാണെന്ന് അറിഞ്ഞിരിക്കുക. കോടതി മുൻപാകെ ഒരു സംഭവത്തെക്കുറിച്ച് നേരിട്ട് കണ്ടതോ ഇന്ദ്രിയങ്ങൾ വഴി ഗ്രഹിച്ച് മനസ്സിലാക്കിയതോ വാമൊഴിയായി നൽകുന്നതോ ആയിട്ടുള്ള തെളിവുകളെ പറയുന്ന പേര് എന്താണ്? എന്താണ് ചോദ്യം? കോടതി മുൻപാകെ ഒരു സംഭവത്തെക്കുറിച്ച് നേരിട്ട് കണ്ടതോ ഇന്ദ്രിയങ്ങൾ വഴി ഗ്രഹിച്ച് മനസ്സിലാക്കിയതോ വാമൊഴിയായി നൽകുന്നതോ ആയിട്ടുള്ള തെളിവുകളെ പറയുന്ന പേരെന്താണ്? ഓറൽ എവിഡൻസ് എന്നാണ്. ചോദ്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. കോടതി മുൻപാകെ എന്ത് ചെയ്യാണ്? ഒരു സംഭവത്തെക്കുറിച്ചുള്ള തെളിവ് ഒരാൾ കൊടുക്കുകയാണ്. എങ്ങനെ? നേരിട്ട് കണ്ടതോ ഇന്ദ്രിയങ്ങൾ വഴി ഗ്രഹിച്ച് മനസ്സിലാക്കിയതോ അല്ലെങ്കിൽ വാമൊഴിയായി നൽകുന്നതോ ആയ തെളിവുകളെ പറയുന്ന പേരെന്താണ്? ഓറൽ എവിഡൻസ് എന്നാണ്. ഓറൽ എവിഡൻസ് എന്നാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, കോടതിയിൽ മജിസ്ട്രേറ്റിനോ ജഡ്ജിക്കോ നേരിട്ട് മനസ്സിലാകുന്ന തരത്തിൽ കൊടുക്കുന്ന തെളിവുകളെ പറയുന്ന പേര് എന്താണ്? എന്താണ് ചോദ്യം? കോടതിയിൽ മജിസ്ട്രേറ്റിനോ ജഡ്ജിക്കോ നേരിട്ട് മനസ്സിലാകുന്ന തരത്തിൽ കൊടുക്കുന്ന തെളിവുകളെ പറയുന്ന പേരെന്താണ്? റിയൽ എവിഡൻസ് എന്നാണ്. കോടതിയിൽ മജിസ്ട്രേറ്റിനോ ജഡ്ജിക്കോ നേരിട്ട് മനസ്സിലാകുന്ന തരത്തിൽ കൊടുക്കുന്ന തെളിവുകളെ പറയുന്ന പേരെന്താണ്? റിയൽ എവിഡൻസ് ആണെന്ന് അറിഞ്ഞിരിക്കുക. സംശയമില്ലല്ലോ. അടുത്ത ചോദ്യം, ഇന്ത്യൻ എവിഡൻസ് ആക്ട് പാസ്സാക്കിയത് എന്നാണ്? ഓക്കെ, എന്താണ് ചോദ്യം? ഇന്ത്യൻ എവിഡൻസ് ആക്ട് പാസ്സാക്കിയത് എന്നു ചോദിച്ചാൽ എന്നാണ്? 1872 മാർച്ച് 15-നാണ്. 1872 മാർച്ച് 15-നാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ എവിഡൻസ് ആക്ട് പാസ്സാക്കുന്നത് എന്നാണ്? 1872 മാർച്ച് 15-നാണെന്ന് അറിഞ്ഞിരിക്കുക. 1872 മാർച്ച് 15-നാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ എവിഡൻസ് ആക്ട് പാസ്സാക്കുന്നത്. സംശയമില്ലല്ലോ. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിലവിൽ വന്നത് എന്നാണ്? അപ്പോൾ ഇന്ത്യൻ എവിഡൻസ് ആക്ട് പാസ്സാക്കിയെന്നാണ്? 72 മാർച്ച് 15-ന് പാസ്സാക്കുന്നു. 72 സെപ്റ്റംബർ 1-ന് എന്ത് ചെയ്യുന്നു? നിലവിൽ വരുന്നു. 72 മാർച്ച് 15-ന് പാസ്സാക്കുന്നു. 72 സെപ്റ്റംബർ 1-ന് എന്ത് ചെയ്യുന്നു? നിലവിൽ വരുന്നു. അടുത്ത ചോദ്യം, ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ആകെ അധ്യായങ്ങളുടെ എണ്ണം എത്രയാണ്? ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ ആകെ എത്ര അധ്യായങ്ങളാണുള്ളത്? ആകെ 11 അധ്യായങ്ങളാണ് ഇവിടെ ഉള്ളത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിലുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ ആകെ എത്ര അധ്യായങ്ങളാണുള്ളത്? ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ ആകെ 11 അധ്യായങ്ങളാണുള്ളതെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം,
കേരള പോലീസ് നിയമം 2011 സെക്ഷൻ 14 പ്രതിപാദിക്കുന്നത് എന്താണ് ചോദ്യം. കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 14 പ്രതിപാദിക്കുന്നത് എന്തെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. എന്താണ് കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 14 പ്രതിപാദിക്കുന്നത്? എന്തിനെക്കുറിച്ചാണ്? പോലീസ് സേനയുടെ പൊതുവായ ഘടനയെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? കേരള പോലീസ് നിയമം 2011 സെക്ഷൻ 14 പ്രതിപാദിക്കുന്നത് എന്താണ്? പോലീസ് സേനയുടെ പൊതുവായ ഘടനയെക്കുറിച്ചാണ്. പോലീസ് സേനയുടെ പൊതുവായ ഘടനയെക്കുറിച്ചാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 2020 രാജ്യാന്തര ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? രാജ്യാന്തര ലഹരി വിരുദ്ധ ദിനം എന്നാണ് ജൂൺ 26. അപ്പോൾ 2020 രാജ്യാന്തര ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം എന്താണെന്ന് വെച്ചാൽ എന്താണ്? ബെറ്റർ നോളജ് ഫോർ ബെറ്റർ കെയർ എന്നാണ് കേട്ടോ. അപ്പോൾ 2020 രാജ്യാന്തര ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ബെറ്റർ നോളജ് ഫോർ ബെറ്റർ കെയർ എന്നാണ്. 2020 രാജ്യാന്തര ലഹരി വിരുദ്ധ ദിനം ജൂൺ 26 പ്രമേയമാണ് ബെറ്റർ നോളജ് ഫോർ ബെറ്റർ കെയർ. അടുത്ത ചോദ്യം, പോക്സോ ആക്ട് 2012 അധ്യായങ്ങളുടെ എണ്ണം എത്രയാണ്? പോക്സോ ആക്ട് 2012 അധ്യായങ്ങളുടെ എണ്ണം 9 ആണെന്ന് അറിഞ്ഞിരിക്കുക. പോക്സോ ആക്ട് 2012 അധ്യായങ്ങളുടെ എണ്ണം എത്രയാണ്? 9 അധ്യായങ്ങളാണ് പോക്സോ ആക്ട് 2012 ഉള്ളതെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, പോക്സോ നിയമപ്രകാരം കുട്ടികളായി കണക്കാക്കുന്നത് എത്ര വയസ്സിന് താഴെയുള്ളവരെയാണ്? പോക്സോ നിയമപ്രകാരം കുട്ടികളായി കണക്കാക്കുന്നത് എത്ര വയസ്സിന് താഴെയുള്ളവരെയാണ്? 18 വയസ്സിന് താഴെയുള്ളവരെയാണ് എന്ത് ചെയ്യുന്നത്? പോക്സോ നിയമപ്രകാരം കുട്ടികളായി കണക്കാക്കുന്നത് 18 വയസ്സിന് താഴെയുള്ളവരെയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ പോക്സോ നിയമപ്രകാരം കുട്ടികളായി കണക്കാക്കുന്നത് 18 വയസ്സിന് താഴെയുള്ളവരെയാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, പോക്സോ ആക്ട് 2012 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് എന്നാണ്? പോക്സോ ആക്ട് 2012 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതെന്നാണ്? 2012 ജൂൺ 19. 2012 ജൂൺ 19 എന്ത് ചെയ്യുന്നത്? പോക്സോ ആക്ട് 2012 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതെന്നാണ്? 2012 ജൂൺ 19 പോക്സോ ആക്ട് 2012 രാഷ്ട്രപതി അംഗീകാരം ലഭിച്ചത്. 2012 ജൂൺ 19 അറിഞ്ഞിരിക്കുക. പോക്സോ ആക്ട് നിലവിൽ വന്നതെന്നാണ്? 2012 നവംബർ 14. ഓക്കെ, അപ്പോൾ പോക്സോ ആക്ടിന് നമ്മുടെ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2012 ജൂൺ 19. പോക്സോ ആക്ട് നിലവിൽ വരുന്നത് 2012 നവംബർ 14 അറിഞ്ഞിരിക്കുക. പോക്സോ ആക്ട് നിലവിൽ വരുന്നത് 2012 നവംബർ 14. ചൈൽഡ് ലൈൻ ടോൾ ഫ്രീ നമ്പർ എത്രയെന്ന് ചോദിച്ചാൽ 1098 കേട്ടോ. 1098 എന്ത്? ചൈൽഡ് ലൈൻ ടോൾ ഫ്രീ നമ്പറാണ് എത്ര? 1098. 1098 ചൈൽഡ് ലൈൻ ടോൾ ഫ്രീ നമ്പർ എന്നും അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, മാധ്യമങ്ങൾക്കുള്ള നടപടിക്രമം പോക്സോ ആക്ട് ഏത് സെക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു? എന്താണ് ചോദ്യം. മാധ്യമങ്ങൾക്കുള്ള നടപടിക്രമം പോക്സോ ആക്ടിലെ ഏത് സെക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ സെക്ഷൻ 23 കേട്ടോ. മാധ്യമങ്ങൾക്കുള്ള നടപടിക്രമം പോക്സോ ആക്ടിലെ ഏത് സെക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു? സെക്ഷൻ 23 മാധ്യമങ്ങൾക്കുള്ള നടപടിക്രമം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മാധ്യമങ്ങൾക്കുള്ള നടപടിക്രമം പോക്സോ ആക്ടിലെ ഏത് സെക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു? സെക്ഷൻ 23 അറിഞ്ഞിരിക്കുക. പോക്സോ ആക്ട് സെക്ഷൻ 23 ലംഘിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ എന്താണ്? നമ്മൾ പഠിച്ചത് എന്താണ്? പോക്സോ ആക്ടിലെ സെക്ഷൻ 23 മാധ്യമങ്ങൾക്കുള്ള നടപടിക്രമത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. പോക്സോ ആക്ടിലെ സെക്ഷൻ 23 ലംഘിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ എന്തെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. 6 മാസം മുതൽ 1 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ചോ ലഭിക്കാവുന്നതാണ്. എന്താണ് ചോദ്യം. പോക്സോ ആക്ടിലെ സെക്ഷൻ 23 ലംഘിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ എന്താണ്? 6 മാസം മുതൽ 1 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ചോ ഉള്ള ശിക്ഷയാണ് ലഭിക്കുന്നതെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് റിവിഷൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ തീർച്ചയായിട്ടും റിവിഷൻ്റെ ബാക്കി ഭാഗങ്ങൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ലാസ് റൂമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് ചെയ്യാം? കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താം. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തീർച്ചയായിട്ടും എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയും നോട്ടിഫിക്കേഷനും ഒക്കെ ആയിട്ട് നമുക്ക് പുതിയൊരു വീഡിയോ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.